ഹലോ ഗൈസ്, അപ്പം നമ്മൾ കണ്ടു വെച്ചേക്കുന്നത് ഹേജിൻ്റെ അമ്മ വന്ന് കയറുന്ന സീൻ വരെയായിരുന്നു. ഇനി അമ്മ വന്നിട്ട് ഇനി എന്തൊക്കെ പുകില് നടന്നെന്ന് നമുക്ക് കാണണ്ടേ? അപ്പോൾ നമുക്കത് കാണാം. പുള്ളിക്കാരി വന്ന ഉടനെ ജുവാൻ്റെ അപ്പനോട് എന്നെ ഓർമ്മയുണ്ടോ എന്നാണ് ചോദിച്ചത്. പുള്ളിക്കാരിയെ കണ്ട ഉടനെ ഇതൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് ഇറങ്ങി വരുന്നു എന്നുള്ള രീതിക്ക് നോക്കുന്നു. എന്തായാലും പുള്ളിക്കാരി വന്ന ഉടനെ ഒരു ചെക്കൊക്കെ പുള്ളിക്കാരനെടുത്ത് കൊടുക്കുന്നുണ്ട്. പുള്ളി അത് കണ്ടിട്ട് ഇതിനി എന്ത് കുന്തവാ. എന്തായാലും അവരവിടെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ ചെക്ക് പുള്ളി നോക്കുമ്പോൾ അതിനകത്ത് പൈസയൊന്നും പുള്ളിക്ക് മനസ്സിലായപ്പോൾ പുള്ളിക്കാരിയോട് പറയുന്നുണ്ട്, നിങ്ങൾ വന്നതിന് എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ എനിക്കിതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഹേജുവിനെ ഒന്ന് പോയി കാണുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് കേട്ട് പുള്ളിക്കാരി അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ അവൻ എന്നെ കാണേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ പുള്ളി പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, അവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, നിങ്ങൾക്കൊന്ന് വന്ന് കണ്ടാൽ എന്നാ കുഴപ്പം, നിങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ വരെ വന്നല്ലേ, അപ്പോൾ അവനെ ഒന്ന് പോയി കണ്ടാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരി കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് അങ്ങ് പോകുന്നു. പുള്ളിക്കാരി പോയ പിറകെ ജുവാന് ഹേജിനും കൊണ്ട് അങ്ങോട്ട് വന്നു. ജുവാനാണെങ്കിൽ പുള്ളിക്കാരി പോകുന്ന പോലെ തോന്നിയെങ്കിലും അല്ല എന്ന് വിചാരിച്ച് അവനങ്ങ് മാറി. പിന്നെ നമ്മളെ കാണിക്കുന്നത് സൻഹയാണ്. സൻഹ രാവിലെ ഇങ്ങനെ ടെറസിൻ്റെ മണ്ടേ തുണിയൊക്കെ വിരിച്ച് അവിടെ കിടക്കുകയാണ്. ഇവർ രണ്ടും കൂടെ വന്ന അവനെ ഞോണ്ടുന്നു. അവൾ നിന്നെ കാണാനാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരി പറയുന്നു. അത് കേട്ടോണ്ട് അവൻ താഴെ പെട്ടെന്ന് ഓടിച്ചെന്ന ജുവാൻ പപ്പയോട് ചോദിക്കുന്നുണ്ട്, അവൾ ഇവിടെ വന്നായിരുന്നു എന്ന്. അങ്കിളുണ്ടേ ഇല്ല, ഇവിടെ ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ 3 പേരും കൂടെ അവളെ തപ്പി പലയിടത്തുമായിട്ട് ഓടി നടക്കുന്നുണ്ട്. അവസാനം നമ്മളെ കൊച്ചിനെ കാണിക്കുമ്പോൾ അവൾ വേറെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക, ചേട്ടനെ കാണുമെന്നും പറഞ്ഞുകൊണ്ട്. അവിടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരി പോലീസിനെ വിളിച്ചു വരുത്തി. പക്ഷേ സൻഹയുടെ അപ്പൻ അറിയത്തില്ലായിരുന്നു തോന്നുന്നു ഇതാണ് അവൻ്റെ അനിയത്തി എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു തോന്നുന്നു. പിന്നീട് സൻഹയെ അച്ഛനെ മീൻസ് അവളെ കാണാത്തതുകൊണ്ട് അച്ഛനെ വിളിച്ചു കഴിയുമ്പോഴാണ് അച്ഛന് തോന്നുന്നത് ഇവളാ കൊച്ചെന്ന്. പിന്നെ അങ്ങനെ പുള്ളിക്കാരൻ കൊച്ചിനെ വിളിച്ചോണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നു. അവളെ കണ്ട ഉടനെ സൻഹയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്, എല്ലാം കൂടെ വന്നിട്ട് അവളോട് ചോദിക്കുന്നു, നിന്നോടാരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ പറഞ്ഞേ, ഇനി നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി പോയാൽ ഇപ്പം നിന്നെ കിട്ടിയതുപോലെ ഇനി നിന്നെ കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ടോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ജുവാനാണ് കൊച്ചിനോട് പറയുന്നുണ്ട്, നിൻ്റെ ചേട്ടന് അത്രയും വിഷമം വന്നിട്ടാ നിന്നോട് ഇപ്പം ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ എന്നുള്ള രീതിയിൽ അവളോട് പറയുന്നു. അത് കേട്ടിട്ട് ശരിക്കും എന്നുള്ള രീതി കൊച്ചു ചോദിക്കുന്നു. എന്തായാലും അപ്പം തന്നെ തള്ളയും കയറി വന്നു. തള്ളക്ക് ഇനി സൂക്കേടാ. ഇനി അവിടെ തള്ള വന്ന ഉടനെ വലിയ രീതിയിൽ കൊച്ചിനോട് നിന്നോടാരാ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞേ, നിനക്ക് എന്നതിൻ്റെ കേടാ വാന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിക്കാൻ തോന്നുന്നു. കൊച്ചാണ് ചേട്ടൻ്റെ മോന്തയ്ക്ക് ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പുള്ളിക്കാരി പിന്നെയും കൊച്ചിനെ വലിക്കുമ്പോൾ കൊച്ചെന്ത് ചെയ്താൽ വരത്തില്ല, കൊച്ചിന് ചേട്ടനെയും കൂടെ വേണം. അപ്പോൾ പുള്ളിക്കാരി സൻഹയെ നോക്കിക്കൊണ്ട് നിനക്ക് നിൻ്റെ അനിയത്തി വന്ന് എന്നും കണ്ട ഇങ്ങനെ ഇവിടെ ഇറങ്ങിപ്പോവോ എന്ന് അവനോട് ദേഷ്യപ്പെടുന്നു. ഉടനെ സൻഹയുടെ അപ്പൻ അത് അവൻ്റെ മാത്രം തെറ്റില്ലല്ലോ, നിനക്കിടയ്ക്ക് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ, അത് നിനക്ക് പറ്റത്തില്ല, നീ കൂടുതലൊന്നും പറയണ്ടെന്നും പറയുന്നു. പുള്ളിക്കാരിയോട് പറയുന്നതിനൊന്നും ഉത്തരം പറയത്തില്ല. പുള്ളിക്കാരി പറഞ്ഞേ ഇവൾ ഇന്നേ വരെ ഇങ്ങനെ ഇറങ്ങി പോയിട്ടില്ല അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പിന്നെ എല്ലാം കൂടെ വാക്ക് തർക്കമായി. അവസാനം സൻഹയെ അമ്മയും കൂടെ കിടന്നടിയാ. പുള്ളിക്കാരിയുടെ സ്ഥിരം ഡയലോഗ്, ഞാൻ 10 വർഷത്തിന് ശേഷം നിന്നോട് ക്ഷമിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അപ്പം നിനക്ക് എന്നെ കാണാൻ വയ്യ, അനിയത്തെ കാണാൻ വയ്യ, അങ്ങനെ ഇങ്ങനെയാ. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു പുള്ളിക്കാരി ഏറ്റവും പണ്ടത്തെ ആ പാസ്റ്റിൽ ഇവൻ്റെ അനിയത്തി മരിച്ച കാര്യം പിന്നെയും എടുത്ത് അവനെ ഇട്ട് കുത്തി, നീ ഒറ്റ എടുത്തം കാരണമാണ് അവൾ മരിച്ചതെന്ന് പിന്നെയും ആ ചെറുക്കനോട് പറയാം. എനിക്കറിയാൻ പാടില്ലാത്ത ഈ തള്ളക്ക് എന്തിൻ്റെ കടിയാണെന്ന്. എങ്ങനെ പോയാലും അവസാനം ആ കാര്യം ആ ചെറുക്കൻ്റെ നെഞ്ചത്തോട്ട് പിന്നെയും അങ്ങ് കുത്തി കയറ്റി അങ്ങ് സൈഹെട്ട് നമ്മുടെ സൻഹയുടെ അപ്പനാണ് പുള്ളിക്കാരിയും വലിച്ചുകൊണ്ട് വെളിയിൽ പോയി. സൻഹയാണെങ്കിലും ഇറങ്ങി അങ്ങ് പോയി, വേറെ വഴി കൂടെ പോയി. അവൻ്റെ പുറകെ നമ്മുടെ ജുവാനും ഹേജുവിനും പോയി. കൊച്ചു വെച്ചാണ് അവിടെ ഇരുന്ന് മോങ്ങുന്നു. അവളെ ആശ്വസിപ്പിച്ച് നമ്മുടെ ജുവാൻ്റെ പപ്പ. സൻഹയുടെ പുറകെ ജുവാനും ഹേജുവിനും വരുന്ന കണ്ടുകൊണ്ട് രണ്ടെണ്ണത്തിനോടും എനിക്ക് കുറച്ച് സമയം എന്താ, രണ്ടും എൻ്റെ പുറകെ വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിട്ടു. പിന്നെ ഹേജു അവളോട് പറഞ്ഞ് അവന് കുറച്ച് സമയം കൊടുക്കുക, നമുക്ക് അവൻ്റെ കൂടെ പോകണ്ട എന്ന് പറഞ്ഞ് അവർ തിരിച്ചിങ്ങി പോരുന്നു. അവനങ്ങ് നടന്നങ്ങ് പോകുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് സൻഹയുടെ അപ്പനാണ് പുള്ളിക്കാരിയും വലിച്ചുകൊണ്ട് പോയി നിനക്ക് എന്തിൻ്റെ കേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ 10 വർഷത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നിനക്ക് മനക്കട്ടിയില്ല, നിനക്ക് നിൻ്റെ തെറ്റ് പുറത്ത് കാണിക്കാൻ നിനക്കൊരു ധൈര്യമില്ല, നിനക്കത് സമ്മതിക്കാനൊരു ധൈര്യമില്ല, അങ്ങനെയാന്നൊക്കെ, നീ ഒരു വീക്ക് പേഴ്സൺ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുള്ളിക്കാരിയോട്. സത്യം പറഞ്ഞാൽ നീ അല്ല ഫൊർഗീവ്നെസ് കൊടുക്കണ്ടേ, നീ അവൻ്റെ നിന്നാണ് ഫൊർഗീവ്നെസ് വാങ്ങണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിക്കാരിക്ക് അങ്ങ് ഇളകി എണ്ണ വെച്ചങ്ങ് പൊട്ടിച്ച്.
തല്ല് കിട്ടിയിട്ടും പുള്ളി തിരിച്ച് തല്ലിയൊന്നുമില്ല. പുള്ളി പറയുകയും ചെയ്തു ബാക്കി. പുള്ളിക്ക് എന്താണോ പറയാനുള്ളത്. ഞാൻ നിനക്ക് ഡിവോഴ്സ് തന്നായിരുന്നു നീ ചോദിച്ചപ്പോൾ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, നീ അത് ചെയ്തില്ല, അങ്ങനെയാന്ന്. ഓ, അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലെന്നോ? ഞാനും നിങ്ങളെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾക്കാണ് ഏത് നേരം ജോലി ജോലി എന്നുള്ള ഒറ്റ ചിന്തയുള്ളായിരുന്നു. അപ്പം പുള്ളി പറയുന്നുണ്ട്, ആ ശരിയാ, എല്ലാം ശരിയാ, പക്ഷേ ആ ഒരു ദിവസം എന്താണ്, നിങ്ങളും വീട്ടിലില്ലായിരുന്നു, ഞാനും ആ വീട്ടിലില്ലായിരുന്നു. സന്ധ്യ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർത്തിരുന്ന് കരഞ്ഞു മോങ്ങി എവിടെയോ പോയി ഇരുന്ന് രാത്രിയിലാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. പിന്നെ ജുവാനെ ഹേജുവിനും ടെറസിൻ്റെ മണ്ടയിരുന്ന് സന്ധ്യയുടെ അമ്മയുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. തള്ളയ്ക്ക് എന്തിൻ്റെ കേടാന്നുള്ള രീതിയിൽ. എന്തായാലും അതിന് ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ സന്ധ്യയെ ആരോടും പറയാതെ നേരത്തെ തന്നെ രാവിലത്തെ ഭക്ഷണമൊന്നും കഴിക്കാതെ അവൻ സ്കൂളിലേക്ക് പോയി. പിന്നെ അവൻ കുറേ ദിവസത്തേക്ക് അങ്ങനെയായിരുന്നു. ഭക്ഷണമൊന്നും ചൊവ്വേന്നേരം കഴിക്കത്തില്ല, നേരത്തെ സ്കൂളിൽ പോകുന്നു, താമസിച്ച് വരുന്നു, ആരോടും മിണ്ടാതെ ഒരു മൂലയിൽ പോയി ഇരിക്കുന്നു, അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. ജുവാനെ ഹേജുനുമാണ് അവന് മാറി മാറി സ്കൂളിൽ ചെല്ലുമ്പോൾ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൻ സ്കൂളിൽ നിന്ന് ലേറ്റായിട്ട് ഇറങ്ങിയപ്പോൾ അന്ന് നല്ല മഴയായിരുന്നു. അവൻ്റെ കയ്യിലോട്ട് കുടയും ഇല്ല. പിന്നെ അവൻ കടയിൽ പോയി നോക്കിയപ്പോൾ കടയിലോട്ട് കുടയുടെ എല്ലാം സ്റ്റോക്ക് തീർന്നു. പക്ഷേ അവനാരും വിളിക്കാനൊന്നും നിന്നില്ല. അവൻ ആ മഴയത്ത് തന്നെ ഓടി വീട്ടിൽ പോകാൻ നോക്കി. ജുവാനാണ് വാർത്ത കാണുന്നുണ്ട് നല്ല മഴയാണെന്ന്. അതോർത്ത് അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ അവൾ റെയിൻകോട്ടൊക്കെ ഇട്ട് ഒരു കുട എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ വാതുക്കെ വന്നായിരുന്നു. പിന്നെ അവന് അത് കൊടുത്തിട്ട് അവൾ എന്തുവാ നീ തിന്നായിരുന്നോ, എന്താ ഫോൺ ഓഫാക്കി വെച്ചേക്കുന്നേ എന്നൊക്കെ കുറേ ചോദിച്ചിട്ട് അന്നെന്തായാലും അവൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം രാത്രി എല്ലാവരുടെ കൂടെ കഴിക്കാൻ വന്നിരുന്നു. അവൻ കഴിക്കുന്നു. കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എന്തോ അവന് സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്തായാലും അവൻ കഴിച്ച ഉടനെ ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട് കൂടെ. പിന്നെ എന്തായാലും അവരോരോന്നും പറഞ്ഞ് ടെറസിൻ്റെ മണ്ടയിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ജുവാൻ ഇടയ്ക്ക് ഹേജുവിനെ കളിയാക്കാറില്ലേ, 19 വയസ്സുള്ള ചെറുക്കൻ അവൻ്റെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാറില്ലേ, അതേ കളിയാക്കി ഈ പ്രാവശ്യം സന്ഹയ്ക്കായിരുന്നു. സന്ഹയെ നിർത്തടി എന്നൊക്കെ പറഞ്ഞ് നിർത്തിക്കുന്നു. എന്തായാലും കുറേ കഴിഞ്ഞ് ജുവാൻ ഓടി അച്ഛൻ്റെ അടുത്ത് ചെന്ന്, അച്ഛാ സന്ഹയ്ക്ക് പനി പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന്. അത് കേട്ടുണ്ട് പിന്നെ എല്ലാവരും അന്ന് രാത്രി മൊത്തം അവനെ ശുശ്രൂഷിക്കുകയായിരുന്നു. അവനങ്ങനെ പനി പിടിച്ച് കിടക്കുന്ന കൂട്ടത്തിൽ അവൻ്റെ അച്ഛൻ അവനെ ശുശ്രൂഷിക്കാൻ വന്ന സമയത്ത് അവനിങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ പിന്നെയും ഇങ്ങോട്ട് വരുന്നേ, ഇങ്ങോട്ട് വരണ്ട, അവൻ്റെ അമ്മ ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതി അവനിങ്ങനെ ഉറക്കപ്പിച്ച് പറയുന്നുണ്ട്. അത് അവൻ്റെ അപ്പം കേൾക്കുന്നുണ്ട്. എന്തായാലും രാവിലെ അവൻ എണീറ്റ് നോക്കുമ്പോൾ അവൻ്റെ പനിയൊക്കെ മാറിയിട്ടുണ്ട്. അവൻ നോക്കുമ്പോൾ എല്ലാവരും ശുശ്രൂഷിച്ചതിൻ്റെ ഇതായിട്ട് അവന് മനസ്സിലാകുന്നുണ്ട്, ടാബ്ലറ്റും അല്ലാതെ തുണിയും വെള്ളവും എല്ലാം അവിടെ ഇരിക്കുന്നത്. പിന്നെ അവൻ എണീറ്റ് പോകുമ്പം ഒരു സമയമായിരുന്നു. ഹേജുനെല്ലാം സ്കൂളിൽ പോയി. എന്തായാലും അവൻ ഇറങ്ങി ചെന്നപ്പോൾ അവൻ്റെ അപ്പനോടുണ്ടായിരുന്നു. അപ്പൻ നിൻ്റെ പനി പോയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. എന്നാൽ വാ ഒരു സ്ഥലം വരെ പോകണം എന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവനെ കൊണ്ടുപോയത് ഇറങ്ങുമല്ല, അവൻ്റെ അനിയത്തിയെ അടക്കിയേക്കുന്ന സെമിത്തേരിയുടെ അവിടെ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവൻ അപ്പനോട് പറയുന്നുണ്ട്, അപ്പാ ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്. അത് കേട്ട് അവൻ്റെ അപ്പം പറയുന്നു, നീ ഓക്കെ ആന്ന് പുറമേ പറഞ്ഞാലും നിൻ്റെ ഉള്ളിൽ നീ ഓക്കെ അല്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവനോട് പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി മരിച്ചതിൻ്റെ കാരണം നീ അല്ല, നീയും അനിയത്തി ഒറ്റയ്ക്ക് ആ വീട്ടിലായിരുന്നുകൊണ്ടല്ല, ഞാനും അവളും ആ വീട്ടിൽ ഇല്ലായിരുന്നുകൊണ്ട് മാത്രമാ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. അടുത്ത സീനിൽ 3 പേരും കൂടെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഹേജുനാണ് ആൻറ്റിയുടെ മെസ്സേജ് വരുന്നുണ്ട്. ആൻറ്റി പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ, അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഫോട്ടോ അയച്ച് അത് ഇവരോടൊക്കെ പറയുന്നു. അതിനുശേഷം ജുവാൻ പറയുന്നുണ്ട്, ഡാല് വിളിച്ചായിരുന്നു, അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവളുടെ അമ്മ നമ്മളെ ഇങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി, അപ്പോൾ നമുക്ക് അവിടെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ക്ലാസ് കഴിഞ്ഞ് അവിടെ പോകുന്നതാണ് കാണുന്നത്. ഡാലിൻ്റെ അമ്മ ഒരു ലോയറാണ്. പിന്നെ വിളിച്ചു വരുത്തിയിട്ട് ഡാലിനെ ഇവരുടെ എല്ലാത്തിൻ്റെ മുന്നിട്ട് കുറേ കളിയാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഡാലിനങ്ങ് വിഷമമായി. അവൾ എണീറ്റ് മാറിപ്പോയി അമ്മയോട് കുറച്ച് പറയുന്നുണ്ട്, എന്തിനാണ് എൻ്റെ കൂട്ടുകാരുടെ മുന്നിട്ട് എന്നെ കളിയാക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവൾ കരയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇവർ വന്നു കഴിഞ്ഞപ്പം ജുവാന് മനസ്സിലായി ഇവൾ കരഞ്ഞെന്ന്. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നാലും അവൾ ചിരിച്ചുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്ന്. അതിന് ശേഷം പിന്നെ അവൾ സത്യം പറഞ്ഞാൽ ഡാല്
സത്യം പറഞ്ഞാൽ നേരത്തെ ജുവാനോട് ചോദിച്ചായിരുന്നു എനിക്കൊരു ഫേവർ ചെയ്യുമോ, ഞാൻ മാത്സിൻ്റെ മാർക്ക് വന്നപ്പോൾ അവൾക്ക് മാർക്ക് കുറവായിരുന്നു. അപ്പം സൻഹയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ നോട്ട്സ് വാങ്ങാൻ വേണ്ടിയാണ് ആക്ച്വലി അവളുടെ അമ്മ ഇവരെല്ലാം വിളിച്ച് വരുത്തിയത്. അങ്ങനെ പിന്നെ നോട്ടാണല്ലോ ഇവിടുത്തെ മെയിൻ വിഷയം. പിന്നെ പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഹേജുവിനാണ് ഡാലിനോട് നീ നിൻ്റെ അമ്മയോട് നല്ല റിലേഷൻഷിപ്പ് അല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജുവാൻ അത് കേട്ടോണ്ട് അവൻ്റെ കാലിനിട്ട് അറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടുത്തെ വിഷയം മാറ്റാൻ വേണ്ടി നമുക്ക് ബീച്ചിൽ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും വിളിച്ചുകൊണ്ട് ബീച്ചിൽ പോയി. ഹേജുവിനും ജുവാനും കടൽ കണ്ട ഉടനെ അങ്ങോട്ട് ഓടി. പിന്നെ ഇവർ രണ്ടും കൂടെ ഐസ്ക്രീം തിന്നുകൊണ്ട് അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാല് സൻഹയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മ അത്ര റൂഡൊന്നും അല്ല, ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ അത്ര ഇതൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അനും പറയുന്നുണ്ട് നിൻ്റെ അമ്മ ഒരു ലോയറാണ്, നിൻ്റെ അമ്മയ്ക്ക് ബാക്കിയുള്ളവരുടെ കാര്യം സ്വന്തം കാര്യമായിട്ട് എടുക്കാനുള്ള ഒരു ഇതുള്ള ആളാണ്, പിന്നെ നീ നിൻ്റെ അമ്മയെ ഒരു ഹ്യൂമനായിട്ട് മാത്രം കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും സൻഹ അവൾക്ക് മാത്സ് ബുക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. നീ ശരിക്കും ഇതിനല്ലേ വന്നേ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവൾ താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ഹേജുവും ജുവാനോട് എനിക്ക് തോന്നുന്നു ഡാലിന് സൻഹയെ ഇഷ്ടമാണെന്ന്. അത് കേട്ടോണ്ട് അവൾ എന്നും പറഞ്ഞ് അവൻ്റെ തലക്കിട്ടൊരു കൂട്ടും കൊടുക്കുന്നുണ്ട്. എന്തായാലും തന്നിന് തിരിച്ചു കൊടുക്കാൻ നിൽക്കുന്നതിന് മുമ്പ് അവൻ്റെ ആൻറ്റി അവനെ വിളിച്ചുകൊണ്ട് അവൻ ആൻറ്റിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ഓടി. അവൻ ഓടിയ പുറകെ തന്നെ ഡാലിൻ്റെ അമ്മ അവളെ വിളിച്ചുകൊണ്ട് അവളും പോയി. പിന്നെ ഇവർ രണ്ടും കൂടെ ബാക്കിയുള്ളായിരുന്നു. ഇവരെന്തായാലും അവിടെ കുറച്ച് നേരം ഇരുന്നെന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ നമ്മളെ കാണിക്കുന്നത് ഹേജുവിനെ ആൻറ്റിയാണ്. ആൻറ്റിയെ കാണാൻ ചെന്നിട്ട് എങ്ങനെയുണ്ട് ആൻറ്റി എന്ന് ചോദിച്ചു. ആൻറ്റി നീ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഫോട്ടോയെ കണ്ടപ്പോൾ അവൻ ക്യൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അവിടുത്തെ നേഴ്സ് ഇങ്ങനെ കുഞ്ഞിനെ കാണാൻ അമ്മയുടെ വീട്ടുകാരെ പോലെ തന്നെ ഉണ്ട്, അമ്മയുടെ ചേച്ചിയെ പോലെ തന്നെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഹേജുനാണ് ഒന്നും മനസ്സിലാകുന്നത്. ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മ ഈ പുള്ളിക്കാരി കണ്ടോ എന്ന് അവൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഈ നേഴ്സിനറിയത്തില്ലല്ലോ ഇവരുടെ കാര്യങ്ങളൊന്നും. സത്യം പറഞ്ഞാൽ ആൻറ്റിക്കാണ് ഈ സമയത്ത് എന്തു പറയണമെന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് നേഴ്സ് ഇവരുടെ എക്സ്പ്രഷൻ കണ്ടങ്ങ് ഇറങ്ങിപ്പോയി. എന്തായാലും അവൻ ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ കാണാൻ വന്നായിരുന്നോ എന്ന്. അപ്പോൾ പിന്നെ ആൻറ്റി പറയുന്നുണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നിൻ്റെ അമ്മ വന്നായിരുന്നു, എന്നെ കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് കേട്ടാണ് അവൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. എന്തായാലും അടുത്ത സീനായിട്ട് നമ്മളെ കാണിക്കുന്ന ജുവാനെയും സൻഹയും കൂടെയാണ്. അവരിങ്ങനെ നടന്ന് ചെന്ന് അവളാണ് അതിൻ്റെ മണ്ടക്കൂടെ എല്ലാം നടന്ന് അവസാനം അവൻ താഴോട്ട് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് വലിച്ചപ്പോൾ രണ്ടും കൂടെ അങ്ങ് വീഴുന്നു മേത്തോട്ടെന്ന രീതിയിൽ. പിന്നെ കണ്ണും തമ്മിൽ കുറച്ച് രഥമായിരുന്നു. മതി കണ്ടുകൊണ്ടിരുന്നത് അത്രേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ശരി എന്നാ.